ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ. 14ാമത്തെ ലെസൺ ആണ് അല്ലേ. 13ാമത്തെ വർക്ക് മിസ് അയച്ചുതരാം കേട്ടോ. പഠിച്ചു വെക്കണം എല്ലാവരും. 14ാമത്തെ ലെസൺ കുച്ച് കാം കരോ, ഡു സം വർക്ക്. കുച്ച് കാം കരോ കണ്ടോ നിങ്ങള്? കുച്ച് കാം കരോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ കുച്ച് പറഞ്ഞാൽ കുറച്ച്, കാം കരോ എന്ന് പറഞ്ഞാല് ജോലി ചെയ്യൂ, വർക്ക് ചെയ്യൂ എന്നാണ്. കുറച്ച് ജോലി ചെയ്യ്, ഇങ്ങനെ മടിയരായിട്ട് നടക്കല്ലേ, കുറച്ചെങ്കിലും ജോലി ചെയ്യ്, പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. ഡു സം വർക്ക്. മിസ് വായിച്ചുതരാം. नर हो न निराश करो मन को, कुछ काम करो कुछ काम करो, जग में रह कर कुछ नाम करो. यह जन्म हुआ किस अर्थ अहो, समझो जिसमें यह व्यर्थ न हो. कुछ तो उपयुक्त करो तन को, नर हो न निराश करो मन को. निज गौरव का कुछ ज्ञान रहे, हम भी कुछ है यह ध्यान रहे. सब जाए अभी भर मान रहे, मरने पर गुंजित गान रहे. Faith, good afternoon. Good afternoon, Miss. സുഖായിരിക്കുന്നോ? Yes, Miss. Miss, കഴിഞ്ഞ ക്ലാസ് എന്തായിരുന്നു മിസ് നടത്താത്തെ? അത് നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു മോനെ സ്കൂളില്. അപ്പൊ ഏത് ക്ലാസ്സും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ആ ടൈമില്. എല്ലാ ക്ലാസ്സും കട്ടായിപ്പോയി. നോക്കേ. അപ്പൊ നമ്മളിപ്പോ 14ാമത്തെ ലെസൺ എടുക്കുന്ന പേജ് നമ്പർ 48 എടുക്കും മോനെ. മിസ് എനിക്ക് മറ്റേ ലെസന്റെ നോട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. ഏത് നോട്ടാണ് ഇനി വേണ്ടത് എനിക്ക്? 8ാമത്തെ ലെസന്റെ. 8ആണോ? 8 മുതൽ ഇങ്ങോട്ടൊന്നും എഴുതിയില്ല നീ? ഉണ്ട് മിസ്. 8ാമത്തെ വിട്ടുപോയോ എഴുതുമ്പോ? മിസ് 8ാമത്തെ ഞാൻ ഇട്ട് കൊടുത്തോളാം. ഭീമറാവ് അംബേദ്കറിന്റെ മുമ്പേ ഇട്ട പാടല്ലേ അത്? മിസ് 8ാമത്തെ പാഠം ഞാൻ ഇട്ട് കൊടുത്തോളാം. ഷോൺ ഇട്ട് തരുന്നു കേട്ടോ. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയണേ ഫെയ്ത്തേ. ബാക്കിയുള്ള ഇതുവരെയുള്ള കംപ്ലീറ്റ് ആയോ? 12 ലെസൺ കംപ്ലീറ്റ് ആയോ? ഞാൻ ശനിയാഴ്ച നോട്ട് മമ്മിയുടെ കയ്യിൽ കൊടുത്തു വിടാം. ഞാൻ ഇന്ന് കൊടുത്തു വിടാൻ പറഞ്ഞിട്ട് പാപ്പ പറഞ്ഞു മറന്നു, തന്നില്ല. ഞാൻ ചോദിച്ചു പാപ്പ. ഇന്ന് മിസ് എന്നോട് പറഞ്ഞില്ലായിരുന്നു. അതെ, അതിന് രണ്ടുപേരും, ഗ്രേസിനോടും ഫെയ്ത്തിനോടും രണ്ടുപേരോടും കൂടി തന്നെ. നിന്റെ ഇത് കൊടുത്തു വിടുമ്പോൾ ഗ്രേസിന്റെയും കൂടി കൊടുത്തു വിടണേ. വരുന്ന ശനിയാഴ്ച പപ്പയുടെ കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. ഓക്കെ, നമുക്ക് നോക്കാം. പേജ് നമ്പർ 48. കുച്ച് കാം കരോ, ഡു സം വർക്ക്. കുറച്ച് എന്തെങ്കിലും പ്രവൃത്തി, ജോലി ചെയ്യുക, എന്തെങ്കിലും വർക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്. മിസ് വായിക്കാൻ നോക്കണേ. നർ ഹോ ന നിരാശ കരോ മൻ കോ, കുച്ച് കാം കരോ കുച്ച് കാം കരോ, जग में रहकर कुछ नाम करो. यह जन्म हुआ किस अर्थ न अहो, समझो जिसमें यह व्यर्थ न हो. कुछ तो उपयुक्त करो तन को, नर हो न निराश करो मन को. निज गौरव का कुछ ज्ञान रहे, हम भी कुछ है यह ध्यान रहे. सब जाए अभी पर मान रहे, मरने पर गुंजित गान रहे. कुछ हो न तजो निज साधन को, नर हो न निराश करो मन को. किस गौरव के तुम योग्य नहीं, कब कौन तुम्हें सुख भोग्य नहीं. जन हो तुम भी जगदीश्वर के, सब है जिसके अपने घर के. फिर दुर्लभ क्या उसके जन को, नर हो न निराश करो मन को. മൈത്രി ശരൺ ഗുപ്ത എഴുതിയ കവിതയാണ് കുച്ച് കാം കരോ. മൈത്രി ശരൺ ഗുപ്ത എന്നുള്ള ഹിന്ദിയിലെ പ്രശസ്ത കവിയാണ് മൈത്രി ശരൺ ഗുപ്ത്. അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് കുച്ച് കാം കരോ, ഡു സം വർക്ക്. സിമ്പിളാണ്, വായിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും വരില്ല. ഫെയ്ത്ത് വീഡിയോ എന്തേ ഓൺ ചെയ്യാത്തെ? നെറ്റ്വർക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാതെന്നല്ലോ. വീഡിയോ ഓൺ ചെയ്യ. എന്താ വീഡിയോ ഓഫ് ചെയ്യുന്നേ? നിന്നെ കാണാൻ ഗ്ലാമറൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ മുഖം കാണണ്ടെന്ന് കരുതിയിട്ട് ക്ലാസ്സിൽ പിന്നെ വീഡിയോ ഓഫ് ചെയ്തിരിക്കണ്ട.
नर हो न निराश करो मन को, कुछ काम करो कुछ काम करो, जग में रह कर कुछ नाम करो. അതിന്റെ തന്നെ അർത്ഥമാണ് പേജ് നമ്പർ 49 എക്സ്പ്ലനേഷൻ ഓഫ് പോയം. ഒരു ബോക്സിൽ കണ്ടോ നിങ്ങള്? ശബ്ദാർത്ഥ് വേർഡ് മീനിങ്ങിന്റെ തൊട്ട് താഴേതാ ആ കവിതയുടെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മിസ് അത് വായിച്ചിട്ട് മിസ് അതിന്റെ മീനിങ് പറഞ്ഞുതരാം. കവിത വായിക്കുക, എന്നിട്ട് ഈ ആശയം വായിക്കുക, എന്നാലും നിങ്ങൾക്ക് അതിന്റെ മീനിങ് മനസ്സിലാവല്ലോ. कवि मैथिली शरण गुप्त कहते हैं कि तुम मनुष्य को हो अतः किसी कठिन काम से घबराकर मन को निराश न करो. എന്താ പറഞ്ഞത്? ഫസ്റ്റ് വരി തന്നെ ആദ്യത്തെ ഫസ്റ്റ് 3 ലൈൻ ഉണ്ട്. നർഹോന നിരാശിക്കരോ മൻകോ തുടങ്ങുന്ന അതിന്റെ മീനിങ് ആണ് പറയുന്നത്. കവി മൈഥിലി ശരൺ ഗുപ്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്, പരിഭ്രമിക്കരുത്, പേടിക്കരുത്. തും സദാ കാമ കർത്തേ രഹോ, നിങ്ങൾ എല്ലായ്പ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കെ, പേടിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കെ. താക്കി എന്നാൽ സൻസാർമേൻ തുമാരാ നാമഹോ, നിങ്ങൾ എപ്പോഴും ജോലി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ ലോകത്ത് നല്ലൊരു പേര് ലഭിക്കും. നിങ്ങൾ കുഴിമടിയന്മാരാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ എടുത്ത് പറയോ? ഒന്നും പറയില്ല അല്ലെ? യദി ഐസാ നഹി ഹുവാ തോ ഭല തുമാരാ ജീവൻ കിസ് കാം കാ. അങ്ങനെ ചെയ്യാത്തവര് നല്ലവര് ആരെങ്കിലും, അതായത് ഒന്നും പ്രവർത്തിക്കാത്തവര് ആരെങ്കിലും ഇതുവരെ നല്ലത് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. നന്നായിട്ട് പരിശ്രമിക്കുന്നവരെ കുറിച്ചായിരിക്കും പറയുക അല്ലെ? ജീവൻ കോ ബേക്കാർ നഷ്ടന കരോ, ഒരിക്കലും ജീവിതം വെറുതെ പാഴാക്കി കളയരുത്. ജീവിതം വെറുതെ പാഴാക്കി കളയരുത്. നല്ല പേര് തന്നെ കരസ്ഥമാക്കുക, അത് നല്ലവണ്ണം പ്രവർത്തിക്കുക. പിന്നെയോ അപ്പിനെ ശരീർക്ക ഉപയോഗിക്കാരോ, നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. നിരാശ് മത് ഹോ, നിരാശപ്പെടരുത്. കാം കരോ ക്യോങ്കി തും മനുഷ്യക്കോ, നിങ്ങൾ ജോലി ചെയ്യൂ, കാരണം നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങൾ എന്തെങ്കിലും ജോലി, എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കൂ, കാരണം നിങ്ങളൊരു മനുഷ്യനാണ്. മനസ്സിലായോ? ആദ്യത്തെ ഫസ്റ്റ് ലൈൻ അത് 5 അർത്ഥമാണത് കേട്ടോ. 5 ലൈൻ 5 ലൈൻസിന്റെ അർത്ഥമാണ് അത്. മിസ് എനിക്ക് മിസ് പറയുന്നത് ക്ലിയർ അല്ല. എന്താ മോനെ, ഇപ്പൊ ക്ലിയർ ആണോ? സ്റ്റക്ക് ആയിട്ടാ കേൾക്കുന്നത് എനിക്ക്. അതെയാ? ഷോണോ മിസ് പറഞ്ഞ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു റോബോട്ടിന്റെ വെച്ച് ചെറുതായിട്ട് വരുന്ന പോലെയാ. എന്ത് പറ്റിയപ്പാ? നോക്കേ, മിസ് ഒന്നുകൂടി പറയാം. ഒന്നുകൂടി നോക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. മിസ് കേട്ടായിരുന്നു. അതെയോ? ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. कवि मैथिली शरण गुप्त कहते हैं कि तुम मनुष्य हो अतः किसी कठिन काम से घबराकर मन को निराश न करो. മൈഥിലി ശരൺ ഗുപ്ത്, കവിയായ മൈഥിലി ശരൺ ഗുപ്ത് പറയുകയാണ്, നിങ്ങൾ ഒരു മനുഷ്യനാണ് എങ്കിൽ നിങ്ങൾ എപ്പോഴും ഏത് കഠിനമായ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കരുത്, പേടിക്കരുത്, വിഷമിക്കരുത്, നിരാശനാവരുത്. തും സദാ കാം കർത്തേ രഹോ താകി സൻസാർ മേ തുമാരാ നാം രഹോ, നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ലോകത്ത് നിങ്ങളുടെ പേര് വരികയുള്ളൂ അല്ലെ? യദി ഐസാ നഹി ഹുവാതോ, ഇനി ഇതൊന്നും ചെയ്യില്ല എങ്കിലോ ഭലാ തുമാരാ ജീവൻ കിസ് കാം കാ, നിങ്ങളെ ആരാണ് നല്ലത് പറയുക? ജീവൻ കോ ബേക്കാർ നഷ്ടനക്കാരോ, ജീവിതം ഒരിക്കലും വെറുതെ ആക്കിക്കരുത്, പാഴാക്കി കളയരുത്. അപ്പനെ ശരീർക്ക ഉപയോഗിക്കരോ, അവരവരുടെ ശരീരം ഉപയോഗിക്കുക, പ്രവർത്തിക്കുക. നിരാശ് മത് കരോ, വിഷമിക്കരുത്. കാം കരോ ക്യോങ്കി തും മനുഷ്യ ഹോ, നിങ്ങൾ എപ്പോഴും ജോലി ചെയ്യുക, കാരണം നിങ്ങൾ ഒരു മനുഷ്യനാണ്. ഇപ്പൊ ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. അപ്പൊ അതിന്റെ മീനിങ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് 2 നമ്പർ കണ്ടോ നിങ്ങൾ? അടുത്ത ബാക്കിയുള്ളതിന്റെയാണ് 2 നമ്പർ. കവി कहते हैं कि अपने स्वाभिमान का भी ध्यान रखो और सोचो कि तुम किसी से कम नहीं हो. जीवन में कुछ भी भला चला जाए चिंता न करो, पर अपना स्वाभिमान न जाने दो. अपना कार्य करो,
ताकि जीवन के बाद भी संसार तुम्हारा यश गान करता रहे. കവി कहते हैं कि കവി പറയുന്നു എന്തെന്നാല് അപ്പനെ സ്വാഭിമാൻ കാ ഭി ധ്യാൻ ദേഗോ, നമ്മുടെ സ്വന്തം അഭിമാനം അത് ശ്രദ്ധിക്കണം എല്ലാവരും അല്ലെ. അഭിമാന പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അല്ലെ. അവർ സോച്ചോക്കി എന്നിട്ട് ചിന്തിക്കുക എന്താണ്, തും കിസി സേ കം നഹി ഹോ, നിങ്ങൾ ആരെക്കാളും ചെറുതല്ല കുറച്ചല്ല എന്ന് ചിന്തിക്കുക. ജീവൻ മേ കുച്ച് ബി ചലാ ജായേ ചിന്താ ന കരോ, ജീവിതത്തിൽ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടൊന്നും ചിന്തിക്കരുത്. പർ അപ്ന സ്വാഭിമാൻ ന ജാനേതോ, അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനവും ഇല്ലാതാവും. അപ്പിനെ കാര്യ കരോ താക്കി ജീവൻ കെ ബാദ് ബി സൻസാർ തുമാരെ യശ് ഗാൻ കർത്താ രഹോ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ നിങ്ങൾ ഇനി ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ പേര്, നിങ്ങളുടെ യശസ് വർദ്ധിക്കും. നല്ല പ്രവൃത്തികൾ ചെയ്ത് ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് വീണ്ടും വീണ്ടും കേൾക്കുക. ഇപ്പൊ നമ്മൾ ഒരുപാട് മഹാന്മാരെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട് അല്ലെ. എത്രയോ പേര് മരണമടഞ്ഞ് അല്ലെ, എത്രയോ കാലങ്ങളായിട്ട് മരിച്ചവരുണ്ട്. എന്നിട്ട് നമ്മൾ അവരവരുടെ കാര്യം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച ചരിത്രത്തിലും അവിടെ ഇവിടെയൊക്കെ പാഠങ്ങളിലൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവരെങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം? അവർ നല്ല പ്രവൃത്തി ചെയ്ത് മരിച്ചവരാണ്, നല്ല മനുഷ്യരാണ്. അപ്പൊ നിങ്ങളും നല്ല പ്രവൃത്തി ചെയ്തിട്ട് നല്ല പേര് കേൾപ്പിക്കുക എന്നാ പറഞ്ഞത്. ലാസ്റ്റ് കവി ഫിർ മനുഷ്യസെ കഹ്താ ഹെ കി, വീണ്ടും കവി മനുഷ്യരോട് പറയാണ് എന്ത്, തും ജിത്തനാ ഭി ചാഹോ സമ്മാൻ പാ സക്തേ ഹോ ഔർ ജിത്തനാ ഭി സുഖ് വ ധൻ ചാഹോ പ്രാപ്ത് കർ സക്തേ ഹോ, നിങ്ങൾ എത്രയാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സുഖവും സന്തോഷവും സമ്പത്തും ഒക്കെ എത്രയാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ ലക്ഷ്യത്തിലെത്തണം, അത് കയ്യിൽ ഉണ്ടാവണം, ആ വിചാരിച്ചതുപോലെ എത്തിച്ചേരണം. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ തും ഭി, നിങ്ങളും ഈശ്വർ കെ ഹി പുത്ര ഹോ, നിങ്ങളും ഈശ്വരന്റെ മക്കളല്ലേ. അപ്പൊ നിങ്ങൾക്കത് സ്വായത്തമാക്കാൻ വേണ്ടി സാധിക്കണം. ജൈസേ സൻസാർ കെ അന്യ ലോക പ്രഭു കെ ബാലക് ഹെ, ഈ ലോകത്തിലെ മറ്റുള്ളവരെല്ലാം എന്താണ്, ഈശ്വരന്റെ കുട്ടികളാണ്, ഈശ്വരന്റെ മക്കളാണ്. അപ്പൊ നിങ്ങൾക്കും അത് നേടാൻ വേണ്ടി സാധിക്കും. फिर ईश्वर के बच्चों के लिए कुछ भी पाना कठिन नहीं, तुम तो मनुष्य हो. ഈശ്വരന്റെ മക്കൾക്ക് അതായത് എന്ത് കാര്യവും സ്വായത്തം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവില്ല. തും തോ മനുഷ്യ ഹോ, നിങ്ങൾ മനുഷ്യരാണ്. നിരാശ ചോടുക്കർ, നിരാശ ഒഴിവാക്കിയിട്ട് ആകെ ബഡ്തേ രഹോ, മുന്നോട്ട് വരിക. ജീവൻ മേ കാര്യ കർത്തേ രഹോ, ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ ചെയ്യുക. ക്ലിയർ ആയോ? പറഞ്ഞതിന്റെ മീനിങ് ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിക്കോ. ഞാൻ മിസ് ഒന്നുകൂടി അതിന്റെ കവിത ഒന്നുകൂടി വായിച്ചു തരാം. നർഹോ ന നിരാശ കരോ മൻകോ കുച്ച് കാം കരോ കുച്ച് കാം കരോ, कुछ काम करो जग में रहकर कुछ नाम करो. एक जन्म हुआ किस अर्थ अहो, समझो जिसमें एक व्यर्थ न हो. कुछ तो उपयुक्त करो तन को, नर हो न निराश करो मन को. निज गौरव का कुछ ज्ञान रहे, हम भी कुछ है एक ध्यान रहे. सब जाए अभी पर मान रहे, मरने पर गुंजित गान रहे. कुछ हो न तजो निज साधन को, नर हो न निराश करो मन को. किस गौरव के तुम योग्य नहीं, कब कौन तुम्हें सुख भोग्य नहीं. जन हो तुम भी जगदीश्वर के, सब है जिसके अपने घर के. फिर दुर्लभ किया उसके जन को, नर हो न निराश करो मन को. ഓക്കെ, ഒന്ന് നിങ്ങൾ വായിക്കോ. ഷോൺ ഒന്ന് കുറച്ച് വായിച്ചു എന്നിട്ട് ബാക്കി ഫെയ്ത്തിനെ കൊണ്ട് വായിപ്പിക്കാം. ഫെയ്ത്തിന്റെ ഇടയ്ക്ക് വീഡിയോ ഇതായി പോന്നെ മിസ്. അത് എന്റെ ഫോണില് ഫുള്ള് സ്റ്റക്ക്, മിസ്സൊക്കെ സ്റ്റക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് വീണ്ടും കേറി നോക്കിയതാ. അതെയോ? ഓക്കെ, ഷോൺ ഒന്ന് വായിച്ച മോനെ കുറച്ച്, ആ കവിത ഒന്ന് കുറച്ച് പാടിയേ. नहोम न निराश करो मन को, कुछ काम करो कुछ काम करो. कुछ काम करो कुछ नाम करो.
जग में रहकर कुछ नाम करो। यह जन्म हुआ कि किस अर्थ अर्थ हो इस इमजो समझो जिसमें समझो जिसमें यह याद व्यर्थ न हो, व्यर्थ ना वेറുതെ ആവല്, व्यर्थ न हो। कुछ तो ഉപയുക്ത उपयुक्त करो तन को। नर 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 हो न निराश करो मन न को, निराश करो मन को। निज निज गौरव गौरव का कुछ जान जान ज्ञान करो ज्ञान रहे हम भी कुछ है। यह ध्यान रहे सब जाए अभी पर ध्यान रहे। मरने पर गुंजित गान रहे। ഫെയ്ത്ത് വായിച്ചതിന്റെ ബാക്കി ഫെയ്ത്ത് വായിക്കട്ടെ. ഓക്കെ. निज गौरव का कुछ അല്ല മോനെ, അതിന് തൊട്ട് മുകളിലില്ലേ കുച്ച് ഹോ ന തജോ നിജ് സാധൻ കോ, कुछ हो न जहो निज साधन को नर हो निराश करो मन को सीन गौरव के तुम योग्य रही कब कौन जन है तुम्हें जन हो तुम भी जगदीश्वर के सब है जिसके घर को पीर दुर्लभ क्या के उसके जन को नर हो ना निराश करो मन को. ഓക്കെ. കുറച്ച് നല്ലോണം വായിക്കണേ ഫെയ്ത്തെ വീട്ടുന്നേ, കൂടുതൽ പ്രാവശ്യം വായിക്കണം, തപ്പുന്നുണ്ട് നിങ്ങൾ വായിക്കുമ്പോ. എന്താ മിസ് പറഞ്ഞ കേട്ടില്ല. കുറച്ചുകൂടി നന്നായിട്ട് ട്രൈ ചെയ്ത്, അതായത് ഹിന്ദി കുറച്ചുകൂടി സമയം കണ്ടെത്തി വായിക്കണേന്ന്. സമയം കിട്ടുമ്പോഴൊക്കെ ഹിന്ദി കുറച്ചായിട്ട് വായിക്കണം. അതായത് പറയുന്ന മനസ്സിലാവുന്നില്ല മോനെ? പോയോ? ഫെയ്ത്തിന് പറഞ്ഞ മനസ്സിലായില്ലേ? ഹിന്ദി നീ വായിക്കുന്നത് കുറച്ചുകൂടി ദിവസങ്ങൾ, എല്ലാ ദിവസവും കുറച്ചായിട്ട് വായിക്കണം എന്ന്. എന്നാലും എനിക്ക് സ്പീഡിൽ വായിക്കാൻ പറ്റും, കാരണം ചില അക്ഷരങ്ങളൊക്കെ എനിക്ക് മാറിപ്പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് ഇനി നെക്സ്റ്റ് വേർഡ് മീനിങ് ആണ് അല്ലെ. നാർ ഹ്യൂമൻ ബീങ്സ്, നിരാശ് ഡിജക്റ്റഡ്, ജഗ് വേൾഡ്, ജന്മ ബർത്ത്, അർത്ഥ മീനിങ്, വ്യർത്ത് യൂസ്ലെസ്, ഗൗരവ് പ്രൈഡ്, നിജ് യുവർ സെൽഫ്, നിത് എവരിഡേ, മാൻ ഓണർ. യെസ്. ഓക്കെ. ഗുഞ്ചിത് റീസൗണ്ട്, ഗാൻ സോങ്, യോഗ്യ യൂസ്ഫുൾ,
ഭോഗ് എൻജോയ്, ജൻ പേഴ്സൺ ജഗദീശ്വർ ഗോഡ്. ഇത്രയുമാണ് വേർഡ് മീനിങ്ങുകൾ ഉള്ളത്. നോട്ടിലേക്ക് നീറ്റായിട്ട് എഴുതി വെക്കണേ. നെക്സ്റ്റ്, നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ദീജിയെ. എന്താ നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ദീജിയെ എന്ന് പറഞ്ഞാല് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ എഴുതണം അല്ലേ. കവി മനുഷ്യ സെ നിരാശ ന ഹോനെ കെ ലിയെ ക്യോं कहता है? कवि मनुष्य से निराश न होने के लिए क्यों कहता है? കവി മനുഷ്യനോട് നിരാശപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്? നിരാശപ്പെടരുത്, നിങ്ങൾ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ പേര് ഈ ഭൂമിയിൽ ഈ ലോകത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലെ. जग में रहकर नाम कैसे किया जा सकता है? മിസ്സിന്റെ ആൻസർ അയച്ചുതരാം കേട്ടോ. ഭൂമിയിൽ നല്ല പേരുണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണം? ജഗമേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പേര്, നാം നാം എന്ന് പറഞ്ഞ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട പേരല്ല, ഷോൺ ഫെയ്ത്ത് എന്നല്ല, ഒരു നല്ലൊരു പേര് വരുത്തിക്കല്ലേ. അങ്ങനെ ഒരു പേര് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ ചോദ്യം. നമ്മളെ എന്ത് ചെയ്യണം? ഭൂമിയിൽ ഇല്ലെടുത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യണം? നല്ലത് മാത്രം വർക്ക് ചെയ്യണം. നല്ല പോലെ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് നല്ല പേര് മാത്രം കേൾപ്പിക്കണം അല്ലേ. തേർഡ്, ജീവൻ വ്യർത്ഥന ചലാജായി ഇസ്കേ ലിയേ ഹമേ ക്യാ കർണ ചാഹിയേ? ജീവിതം വെറുതെ ആക്കി കളയാൻ പാടില്ല. ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിലും പറഞ്ഞെന്താണ്? വർക്ക് ചെയ്യണം തന്നെയാണ് അല്ലേ. വെറുതെ ഇരിക്കാൻ പാടില്ല, നന്നായിട്ട് വർക്ക് ചെയ്യണം, നിരാശപ്പെടരുന്ന് പറഞ്ഞല്ലേ. ഹം ഭി കുച്ച് ഹേ ഏക് ധ്യാൻ രഹേ, കവി നെ ഐസാ ക്യോं കഹാ ഹേ? നമ്മള് ഒന്നുമല്ലാന്ന് ചിന്തിക്കരുത്, നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുക. നമ്മളും എന്തോ ഒന്നാണല്ലേ, നമ്മളൊന്നും അല്ലാന്ന് ചിന്തിക്കരുത്. കവി ഇങ്ങനെ പറയപ്പെടാനുള്ള കാരണം എന്താണ്? ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു കഴിവുണ്ട് അല്ലേ. അല്ലേ, ഫെയ്ത്തിന് ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവാം, ആ കഴിവായിരിക്കണം എന്നില്ല ഷോണിന് ഉണ്ടാവുക അല്ലെ. പല ആൾക്കാർക്കും പല കഴിവുകൾ ഉണ്ടാവും. അതായത് എന്താ പറയണ്ടേ, ചെറിയൊരു ഉറുമ്പിനെ പോലും എടുത്താലും ഉറുമ്പിന് ചെയ്യാൻ പറ്റുന്ന ജോലി ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാനാവോ? ഉറുമ്പിന് ചെയ്യുന്ന ജോലി ഉറുമ്പ് കണ്ടിട്ട് ധാന്യമണികളൊക്കെ ഇങ്ങനെ എടുത്ത് ചുമലത്ത് ഇങ്ങനെ എടുത്ത് അതിന്റെ വീടുകളിൽ എത്തിക്കുന്നില്ലേ? അത് നന്നായി പരിശ്രമിച്ചോണ്ടേ. ക്ലിയർ ആവുന്നില്ല അവനെ, എന്തോ എനിക്ക് നെറ്റ് ഇല്ലാത്ത തോന്നുന്നു. അതെയാ, നോക്കി നോക്കേ, ഇടക്ക് ശരിയാവുമായിരിക്കും കേട്ടോ. പിന്നെ അപ്പൊ എന്താ പറയുന്നത് വെച്ചാല്, ഉറുമ്പ് അതിൻ്റെതായ ജോലികൾ, ഉറുമ്പ് ചെറുതായാൽ കൂടി അതിൻ്റെതായ ജോലികൾ ചെയ്യുന്നുണ്ട് ഇല്ലേ. ഉറുമ്പ് ചെയ്യുന്ന ജോലി ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാനാവോ? ഇല്ല. ഉറുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ധാന്യമണികളൊക്കെ എടുത്തു കൊണ്ടുപോയി അത് എത്ര തവണ താഴേക്ക് വീണാലും വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കും എന്തോ ഒന്ന് ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ചെയ്യണം. ജനുഹോ തും ഭി ജഗദീശ്വർ കെ കവി ഐസാ ക്യോं कहता है? നിങ്ങളും ജഗദീശ്വരന്റെ മക്കളാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ഈശ്വരന്റെ വരദാനാണ് അല്ലെ. നമ്മളും ഈശ്വരനാണ് നമ്മുടെ അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരന്റെ മക്കളാണെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ്, നിമ്നലിഖിത പങ്ക്തിയോं का सरल अर्थ लिखिए. താഴെ കൊടുക്കുന്ന രണ്ട് വരി കണ്ടോ? അതിന്റെ ശരിയായ മീനിങ് സരളമായ ലളിതമായ ഭാഷയിൽ എഴുതാൻ വേണ്ടിട്ട് അത് മിസ് എഴുതി അയച്ചുതരാം. കുച്ചിത്തോ ഉപയുക്ത് കരോ തൻകോ നർഹോ ന നിരാശ കരോ മൻകോ. നമ്മുടെ ശരീരത്തെ വെറുതെ ആക്കി കളയരുത്, അതുപോലെ നിങ്ങൾ എപ്പോഴും നിരാശപ്പെടരുത്, നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് ഫസ്റ്റ് പറഞ്ഞ 2 വരി. നെക്സ്റ്റ്, ഫിർ ദുർലഭ ക്യാ ഉസ്കെ ജനുക്കോ നർഹോ ന നിരാശ കരോ മൻകോ. നമ്മളെ ദുർലഭമായ നമ്മളെ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമ്മള് മനുഷ്യരാണ്, എന്തെങ്കിലും പ്രവൃത്തികള് ചെയ്തുകൊണ്ടേയിരിക്കുക. निम्नलिखित शब्दों का वाक्य में प्रयोग कीजिए. Make the sentences with the help of following words. നിരാശ്, വ്യർത്ഥ്, ഗൗരവ്, ഗുഞ്ചിത്, ജഗദീശ്വർ, ദുർലഭ്. അത് നോക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ഒന്ന് വാക്യത്തിൽ പ്രയോഗിക്കാൻ നോക്കുക.
नीचे दिए गए शब्दों के तुक मिलाने वाले दो दो शब्द लिखिए. എന്താണ് അത്? അത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതാണ് അല്ലേ? നീച്ചെ ദിയേ ഗയേ ശബ്ദോം കെ തുക്ക് മിലാനെ വാലെ ദോ ദോ ശബ്ദ ലിഖിയെ. എന്താ ഈ തുക്ക് വാലെ ശബ്ദം എന്ന് അറിയോ? തുക്ക് വാലെ ശബ്ദം എന്ന് പറഞ്ഞാല് ഒരേ അക്ഷരത്തില് അവസാനിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഹിന്ദിയിൽ തുക്ക് വാലെ ശബ്ദം എന്ന് പറഞ്ഞത്. ഒരേ അക്ഷരത്തിൽ അവസാനം ഉച്ചരിക്കുമ്പോഴേ ഒരേ അക്ഷരത്തിൽ അവസാനിക്കണം. നർ വർ ഘർ, നർ വർ ഘർ എല്ലാം ഉണ്ടാവും. ലാസ്റ്റ് ഏത് അക്ഷരത്തിൽ അവസാനിക്കുന്ന ഇർ അല്ലേ? നർ, അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ട് നർ വർ ഘർ എല്ലാം ഈ ഇറിലല്ലേ അവസാനിക്കുന്നത്. ആ അതേപോലെ ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തുക്കുവാലെ ശബ്ദ്, തുകാന്ത് ശബ്ദം എന്നും പറയും, തുക്കുവാലെ ശബ്ദം എന്നും പറയും. അപ്പൊ തുക്കുവാലെ ശബ്ദം എന്താന്ന് ഓർമ്മിച്ച് വെക്കണേ. ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്കുകള്. കാം എന്നുണ്ട്, കാം, കാം എന്ന് വരുന്നത് പിന്നെന്താ വേറെന്താ എഴുതാം? കാം, നാം, മാം എന്നില്ല മായല്ല വരില്ല, ചന്ദ്രക്കലയും കുത്തുമല്ലേ. വേറെ ടെക്സ്റ്റ് ഉണ്ടോ മായിൽ അവസാനിക്കുന്ന വാക്ക്? കാം, നാം, അതിൽ വേറെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും വാക്ക് എടുത്ത് എഴുതിയാൽ മതി. ആം, ആം എന്ന് എഴുതി കൂടെ? പുറമേ ആ തും, ആം, തും അല്ലേ? ഇപ്പൊ തുമ്മ വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് സുയോഗ്, യോഗ്, സുയോഗ് ഗില് അവസാനിക്കുന്നത് സുയോഗ്. ജഗ് അല്ലേ? ജഗ്. പിന്നെ ഗായിൽ അവസാനിക്കുന്നത് ജഗ്. വേറെ ഉണ്ടോ? വേറെ ഇതിലില്ല. വേറെ പിന്നെ ഏതെങ്കിലും പുറമേയുള്ള വാക്കുകൾ എഴുതിയ വേണ്ട കേട്ടോ, അത് നമുക്ക് എഴുതാം. ജഗദീശ്വർ, ഇർല് ജഗദീശ്വർ. അപ്പൊ എന്താണ് അതുമായി ബർഗർ. അത് ഹിന്ദിയിലുണ്ടോ ബർഗർ? ഈശ്വർ, ഈശ്വർ, ജഗദീശ്വർ, ഈശ്വർ. വേറെ വേറെ ഉണ്ടോ? കുറച്ച് പണിയുണ്ട്, കണ്ടുപിടിക്കണം. അതില്ല, വേറെ എക്സ്ട്രാ കണ്ടുപിടിക്കാം നമുക്ക്. മാൻ, മാൻ ഇന്നിൽ അവസാനിക്കുന്ന മാൻ. ജാൻ, ജാൻ എന്ന് പറഞ്ഞ വാക്കില്ലേ? ഗാൻ, ഗാൻ, മാൻ, ജാൻ. ജാൻ എന്ന് അറിയുക, ഗാൻ എന്നാൽ സോങ്, മാൻ എന്ന് പറഞ്ഞാല് മാനിക്കുക, ഓണർ. ഇനി എന്താ ലാസ്റ്റ് പറഞ്ഞ അഞ്ചാമത്തെ വർക്ക് എന്താ പറയുന്നത്? ഇപ്പൊ ഷോണിന് ക്ഷീണം വരും കേട്ടപ്പോ, ബോധം പോവും. ഈ കവിതക്കോ കണ്ടസ്റ്റ് കീജിയെ, ഈ കവിതയെ ബൈഹാർട്ട് പഠിക്കുക അല്ലേ? ഈ കവിത ബൈഹാർട്ട് പഠിക്കണം എന്നാ പറയുന്നപ്പാ. എന്തു ചെയ്യുന്നു നിങ്ങള്? ആദ്യത്തെ 5 വരി ബൈഹാർട്ട് ആക്കിയാ മതി, ഫുള്ള് വേണ്ട. 5 ലൈൻസ് കേട്ടോ. ബൈഹാർട്ട് പഠിക്കേണ്ടത് ആദ്യത്തെ 5 വരി പഠിക്കും. नरहो न निराश करो मन को, कुछ काम करो, जग में रह कर नाम कुछ काम नाम करो, यह जन्म हुआ किस अर्थ अहो, समझो जिसमें यह व्यर्थ न हो. അത്ര വരെ. അപ്പൊ അത്രയുമാണ് മക്കളെ ആ ലെസണിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 14 ലെസൺ കഴിഞ്ഞു. അതില് മിസ് ആകെ 13ാമത്തെ ലെസണിന്റെയും 14ാമത്തെ ലെസണിന്റെയും വർക്ക് ഒന്നുകൂടി അയച്ചു തരും. നിങ്ങൾ അത് കൃത്യമായി 2 ദിവസത്തിനുള്ളിൽ തന്നെ മിസ്സിന് എഴുതി അയച്ചു തരിക. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഏത് പാടാ പഠിക്കുന്നേ?
12ാമത്തെ ലെസൺ ധ്വജഗീത് പഠിക്കാം. ഫ്ലാഗ് സോങ്. 12ാമത്തെ ലെസൺ പഠിക്കാം. ധ്വജഗീത് ഫ്ലാഗ് സോങ്. അതിൽ വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെന്താണ് പിന്നെ പര്യായവാചി, അതുപോലെ ഓപ്പോസിറ്റ് വേർഡ്, പിന്നെ മാച്ച് ദ ഫോളോവിങ്, പിന്നെ ഉപസർഗ് ചേർത്തിട്ട് എഴുതാനും. ഇത്രയുമാണ് അതിലുള്ളത്. എന്തേ ക്ഷീണം വന്നടാ? എടാ 5-6 ദിവസവും ഇല്ല, ഒരു ദിവസം മെനക്കെട്ടിരുന്നാ പോരെ. കളിക്കാനും പോണ്ട, പിന്നെന്താ പഠിക്കാൻ ഇത്ര മടി? വീട്ടിലെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യോ ഷോൺ? തിന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന? തിന്നാൻ അവരെ സഹായിക്കുന്നു അല്ലേ? അതെ, വേറൊന്നുമില്ല. പിന്നെ എങ്ങനെ നീ സമയം നീക്കുന്നേ? കളിക്കാനും പോകുന്നില്ല. ഫെയ്ത്ത് കളിക്കാൻ പോകാറുണ്ടോ പുറത്ത്? ഫെയ്ത്ത് കളിക്കാൻ പോകാറുണ്ട്. എവിടെ? താഴെ മിസ്. ഗ്രൗണ്ടിലോ? അല്ല മിസ്, വീടിന്റെ താഴെ. താഴെ. ഹരി എവിടേക്കാ വരുന്നേ? 6ാം ക്ലാസ്സിലെ ഹരി? അല്ല മിസ്. ആരോ പിന്നിടക്ക് ഫെയ്ത്തിന്റെ കൂടെയാ കളിക്കുന്നതെന്ന് പറഞ്ഞു. അതാരാ? ആ ജസ്റ്റ്. ഓക്കെ. ആ ജസ്റ്റസ് അവനാണ് ക്ലാസ് എന്ന് പറഞ്ഞു. ഫെയ്ത്തിന്റെ കൂടെ കളി. ഓ എന്താ മോനെ ഷോൺ? മിസ് ജസ്റ്റസിന്റെ കൈ ഒടിഞ്ഞു. എപ്പോ? ഇവിടുന്ന് വീണതാന്നാ പറഞ്ഞേ. എപ്പോ ഒടിഞ്ഞുന്ന്? ഒടിഞ്ഞതല്ലാന്ന് തോന്നുന്നു മിസ്. അവന് വേദന ഉണ്ടായിട്ട് കെട്ടിയൊക്കെ വെച്ചിരിക്കും. ഇവിടുന്ന് വീണെന്ന് പറഞ്ഞിട്ട് കുറച്ച് 1-2 ആഴ്ചയായിട്ട് കളിക്കാനും വന്നിട്ടില്ല. ആ അതിന് മുന്നല്ലേ? കഴിഞ്ഞ ആഴ്ചയല്ലേ? ആ കഴിഞ്ഞ ആഴ്ച അവൻ ക്ലാസ്, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ആ സമയത്ത് അവൻ പറഞ്ഞു കളിക്കാൻ പോകാറുണ്ട്, ഫെയ്ത്തിന്റെ കൂടെ കളിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു. ശ്രദ്ധിക്കണേ. പറഞ്ഞോളൂ. എന്താണ് ഷോണെ? ശനിയാഴ്ച ആ വരുന്ന ശനിയാഴ്ച അവധിയുമാണ് അല്ലേ? അപ്പൊ പഠിക്കാൻ ദിവസം ഉണ്ട് കേട്ടോ. 12ാമത്തെ ധ്വജഗീത് നെക്സ്റ്റ് ഏതായാലും സാറ്റർഡേ ലീവാണ്. അതിന് ശേഷമുള്ള സാറ്റർഡേ നമുക്ക് വെക്കാം എക്സാം. 2 ആഴ്ച പഠിക്കാനുണ്ട്. ഈ 2 ആഴ്ച കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ പഠിപ്പിച്ച 14ാമത്തെ നോട്ട് വരെ ടെക്സ്റ്റ് നോട്ടും കംപ്ലീറ്റ് ആക്കണം. ഇഷ്ടംപോലെ സമയമുണ്ട് കേട്ടോ, 14ാമത്തെ ലെസൺ വരെ. ഓക്കെ ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. പഠിക്കണേ നല്ല മക്കളായിട്ട്. എന്താണ്? 14 അല്ല 14 വരെ നോട്ട് കംപ്ലീറ്റ് ആക്കണം. ഇന്നടുത്ത ലെസൺ വരെ നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് ആക്കണം. 12ാമത്തെ ലെസൺ മാത്രം അടുത്ത എപ്പോഴാണോ ക്ലാസ് അന്ന് നമുക്ക് എക്സാം ഇടാം. ഓക്കെ ഓക്കെ ബൈ. നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ ഹാപ്പി ക്രിസ്മസ്.